A.V. ജയശങ്കർ നമുക്കൊപ്പം ഒരു വാർത്തയുമായിട്ട് ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്ത് ഗുണ്ടാ നേതാക്കൾ അസോസിയേഷൻ ഓഫീസ് തുറക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം സീൽ ചെയ്ത് പോലീസ്. അതെന്തായാലും വലിയൊരു വാർത്തയായി പോയി. ഗുണ്ടാ സംഘങ്ങളുടെ ഒരു അസോസിയേഷൻ ഓഫീസ് AC ഒക്കെ കാണുമെന്തോ, TV ഒക്കെ കാണുമായിരിക്കും. അപ്പോ സീൽ ചെയ്ത് പോലീസ് കെട്ടിട ഉടമയ്ക്കെതിരെ അന്വേഷണം നടത്തും. സംഘത്തിലെ ഒരാൾ നടത്തിയിരുന്ന ജിമ്മും അടച്ചുപൂട്ടിയിട്ടുണ്ട്. റീൽ ചിത്രീകരിച്ച ഗുണ്ടകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. A.V. ജയശങ്കർ, എന്താ രാജരാജേശ്വരി ഗുണ്ടാ അസോസിയേഷൻ ഓഫീസ് എന്നോ മറ്റോ കണ്ടായിരുന്നു അതിന്റെ പേരെന്ന് തോന്നുന്നു. വല്ല കാര്യമുണ്ടോ? ഇതേപോലെയുള്ള നല്ല പേരുകളൊക്കെ അതിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? മാത്രമല്ല, ഗുണ്ടാ അസോസിയേഷന്റെ ഓഫീസ് തുറക്കാനൊക്കെ ആത്മവിശ്വാസം വരണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. എന്തായാലും പോലീസ് ഈ പ്ലാൻ കൂട്ടിയെന്ന് കേൾക്കുന്നു. ജയശങ്കർ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഗുണ്ടകൾ സംഘം ചേരുകയും ഇത്തരത്തിൽ ഗുണ്ട അസോസിയേഷൻ തുടങ്ങാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. പക്ഷേ അതിന്റെ റീലുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. പിന്നാലെ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും മറ്റ് നടപടികൾ നടത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം, ഇവർ അസോസിയേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന കെട്ടിടം ആ ഓഫീസ് പോലീസ് സീൽ ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ കെട്ടിട ഉടമയ്ക്കെതിരെ അന്വേഷണം നടത്തും. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഗുണ്ടകൾക്ക് ഈ കെട്ടിടം കൈമാറിയതെന്ന് സംബന്ധിച്ചായിരിക്കും അന്വേഷണം നടത്തുക. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയുടെ ജിമ്മ് അടച്ച് പോലീസ് പൂട്ടിയിട്ടുണ്ട്. ഈ ജിമ്മിനി പ്രവർത്തിക്കേണ്ട, ഇത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കുള്ള സങ്കേതമാകുമെന്ന സംശയത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റീൽ ചിത്രീകരിച്ച ഗുണ്ടകളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഗുണ്ടകളെ പോലീസ് നിലവിൽ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 6 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ജോനകപ്പുറം സ്വദേശി നൌഫൽ, ഇടിക്കുളങ്ങര സ്വദേശി മണികണ്ഠൻ, ശക്തികുളങ്ങര സ്വദേശി സക്രിയ, മുണ്ടക്കൽ സ്വദേശി ഷെറിൻ, പള്ളിത്തോട്ടം സ്വദേശി ഷാനു, കട്ടപ്പാക്കട സ്വദേശി നിസാമുദ്ദീൻ, അങ്ങനെ 6 പേരുടെ അറസ്റ്റാണ് പോലീസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരെ കൃത്യമായി വരും ദിവസങ്ങളിൽ ഇവരെ നിരീക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം എടുത്തത് ജാമ്യം ലഭിക്കാവുന്ന കേസായതിനാൽ തന്നെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ 6 പേരുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കാപ്പ് ഉൾപ്പെടെ ചുമത്തുന്ന കാര്യം പോലീസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്. പക്ഷേ ഈ ഗുണ്ടകൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത് ഈയിടെയാണ്. പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി സിറ്റി പോലീസ് ഇടപെടൽ നടത്തി. ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPSന്റെ നേതൃത്വത്തിൽ ACP രാജേഷ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായി ഇക്കാര്യത്തിൽ കേസെടുക്കുകയും മറ്റ് നടപടികളിലേക്കും പോയി. എന്തായാലും ഈ പ്രതികൾക്കെതിരെ കാപ്പ് ഉൾപ്പെടെ ചുമത്തുന്ന കാര്യം പോലീസ് പരിഗണനയിലാണ്. ഇവരുടെ കേസുകളും മറ്റു വിഷയങ്ങളും നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇതിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഇല്ലാത്ത ചില പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരിൽ അവരെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യവും പോലീസിന്റെ പരിഗണനയിലാണ്. അധികം വൈകാതെ ഉണ്ടാകും. എന്തായാലും കർശന നടപടി ഗുണ്ടകൾക്കെതിരെ ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് പോലീസ് പറയുന്നത്. റീൽ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കേസെടുത്തു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ നിരീക്ഷണത്തിൽ വെച്ചു. ഒപ്പം തന്നെ ഈ അസോസിയേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ച സ്ഥാപനം സീൽ ചെയ്യുകയും ഇതിലെ പ്രതിയുടെ ജിമ്മ് അടച്ചുപൂട്ടുകയും ചെയ്തു. അങ്ങനെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഗുണ്ടകൾക്കെതിരെ ഉണ്ടാകില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് ആ വിവരങ്ങൾ നൽകിയത്. ഗുണ്ടാ നേതാക്കൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ആ അസോസിയേഷൻ ഒരു ഓഫീസ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ പരിപാടി ഇട്ടതിന് ഗുണ്ടകളുടെയൊക്കെ ആത്മവിശ്വാസം പോയ ഓക്കെ ഒന്ന് ആലോചിച്ചു. ഗുണ്ടകൾ അസോസിയേഷൻ ഓഫീസിന് പേര് കിട്ടു, ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അല്ല എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇതേപോലെ അസോസിയേഷൻ ഓഫീസ് ഇടുക നല്ലൊരു പേരാണ്. അത് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവന്റെ മനസ്ഥിതിയാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ പങ്കജാക്ഷ വിലാസം ചായക്കട എന്ന് കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അല്ലെ രാജേശ്വരി ഹോട്ടലിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോ എന്താ പേര് വരിക? ഒരു അസോസിയേഷന്റെ ഗുണ്ട അസോസിയേഷന്റെ ഓഫീസിന് പേരിടാൻ പോകത്രേ ശ്രീ രാജരാജേശ്വരി ഗുണ്ട സംഘം നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അത്രത്തോളം ഗുണ്ടകളുണ്ട്. അവർക്കൊരു ആത്മവിശ്വാസം വന്ന് ആക്കിക്കളയാം എന്നുള്ളതൊരു ശരിക്കും പോലീസ് സംവിധാനം ഇങ്ങനൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ പോലീസിനെ വെല്ലുവിളിക്കുക. പ്രേക്ഷകർക്കറിയാം, കൊല്ലത്ത് ഈ ദേശീയപാതയിൽ ഈ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ അലുവാദിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടത്. അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാവുന്നുള്ളതാണ്. ഇപ്പൊ അസോസിയേഷന്റെ ഓഫീസ് വരെ തുടങ്ങാൻ ചില കൂട്ടർ തീരുമാനിച്ചു എന്ന വിവരമാണ് കൊല്ലത്ത് നിന്ന് വന്നത്. എന്നാൽ തൽക്കാലം ഓഫീസിന് സീൽ കൂട്ടിയിട്ടുണ്ട്. ഈ നേതാക്കന്മാരെയും പോലീസ് അന്വേഷിക്കുന്നു.